ഓരോ സൺഡേക്കും അതിൻ്റേതായ കഥ പറയാനുണ്ടാവും. ഈ സൺഡേ ഞങ്ങളുടെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ങിണിയുടെ കല്യാണം ഉറപ്പിക്കലായിരുന്നു. ചെക്കൻ വീട്ടിൽ പോയിട്ടായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചെക്കൻ വീട്ടിലേക്ക് പോയി. ഇതാണ് ചെക്കൻ്റെ ഒരേ ഒരു അളിയൻ എന്ന് പറഞ്ഞാൽ കിങ്ങിണിയുടെ ചേട്ടൻ. ഇതാ അവളുടെ അച്ഛൻ വരുന്നു. പിന്നെ ഞങ്ങളുടെ മെയിൻ സംഘങ്ങൾ ടീംസ് എല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ അമ്മ, ഒരേ ഒരു മേമ. അങ്ങനെ അവിടെ ചെന്നു. അവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഈ സൈഡിൽ ഫുഡും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഭർത്താവ്. ഭർത്താവ് എൻ്റെ ഒരേ ഒരു ഭർത്താവ്. ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറേ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്ന് ഇങ്ങനെ നിന്നു. വെല്ലിച്ചൻ്റെ അടുത്താവും ബാക്കി പരിപാടികൾ. എൻ്റെ കുറച്ച് കത്തികൾ വെല്ലിച്ചൻ്റെ അടുത്തായിരുന്നു. മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഇതായിരുന്നു. അത്ര നേരം ഞാൻ വീഡിയോ എടുക്കും, പിന്നെ എന്നെ കാണണ്ടേ, എൻ്റെ വീഡിയോ അല്ലേ. അപ്പം ഞാനും കയറി നിന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതാ ഞാൻ വെളിച്ചെണ്ണ കത്തിയൊക്കെ വെച്ച് നൈസായിട്ട് അറിയാത്ത മാതിരി അങ്ങനെ വന്ന് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാട്ടാ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും നല്ല കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാണ് അവളുടെ ഒരേ ഒരു മാമൻ്റെ ഒരേ ഒരു മോൾ. അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ കുട്ടിക്ക്. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഫസ്റ്റ് ഇരുന്നു. ഞങ്ങളൊക്കെ നോക്കുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഐസ്ക്രീം, അതും കോൺ ഐസ്ക്രീം, ഒന്നും നോക്കിയില്ല. അവിടെ പോയി കോൺ ഐസ്ക്രീമും മേടിച്ച് ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനെയും ചേച്ചിക്കാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ യൂട്യൂബിനെ അധിക്ഷേപിച്ച് നടക്കുകയാണ്. അധിക്ഷേപിക്കുക എന്താ പറയുക, എൻ്റെ യൂട്യൂബിൽ വരാൻ താല്പര്യമില്ല പറഞ്ഞിരിക്കുകയാണ്. ഇത് അവളടുത്ത ഐസ്ക്രീം എല്ലാം ഫസ്റ്റ്. ആ ക്ലാസ്സിലും ടോപ്പർ തന്നെയാട്ടോ അവളുടെ കാര്യം പറയണ്ട. ഇത് ചേച്ചിയുടെ ഒരേ അല്ല, ഒരേ ഒരു രണ്ടാമത്തെ മകൾ. 2 മക്കളുണ്ട്, അതിലത്തെ രണ്ടാമത്തെ. എന്തിനധികം ഐസ്ക്രീം. ഇത് ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കിട്ടിയില്ല. ഇത് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ കൂട്ടം കൂടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. എല്ലാവരും കൂടിയിട്ടൊന്നുമല്ല, ഞാനും എൻ്റെ സ്വന്തം ഭർത്താവും കൂടിയിട്ട് അങ്ങനെ ബീച്ചിലേക്ക് നടന്നു. നല്ല ക്ലൈമറ്റുമായിരുന്നു, നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പട്ടം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാം. ഈ പ്രാവശ്യം ഇരുട്ടായി. ഈ പ്രാവശ്യം ഒരു ഇരുട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പട്ടം വേണം പറഞ്ഞു. അങ്ങനെ പട്ടം മേടിച്ച് ഞങ്ങളിങ്ങനെ നടക്കുക. ഇത് കഴിയുമ്പുറം ബീച്ചാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ നല്ലൊരു വൈബാട്ടോ, നമുക്ക് ഒരിക്കലും മടക്കില്ല. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്നല്ലേ. ഞാനേ ചെറുപ്പം തൊട്ടേ പറയുന്നതാണ്. എപ്പോഴും ഞാൻ ബീച്ചിൽ പോകുമ്പോൾ പപ്പ എന്നോട് പറയാറുണ്ട്, പപ്പ പട്ടം മേടിക്കാം. പപ്പ എപ്പോഴും പിന്നെ മേടിക്കാം. പട്ടമൊക്കെ അതൊക്കെ കേടാവും പെട്ടെന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പറ്റിക്കാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് മേടിച്ചു തന്നു. എൻ്റെ ഒരു മെയിൻ ആഗ്രഹമായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതിൻ്റെ ഒരു പ്രത്യേക സ്നേഹം എനിക്കിപ്പോഴും എൻ്റെ ഭർത്താവിനോടുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ പട്ടൊക്കെ പറത്തി അങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്നലെ എന്താണെന്നറിയില്ല, സൺഡേ ആയതുകൊണ്ടാണോ അവിടെ എന്തോ ബീച്ച് ഫെസ്റ്റിവൽ, എന്തോ ഫുഡ് ഫെസ്റ്റിവൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചില്ല, കാരണം ഞാൻ ഡയറ്റിലാണ്. 24 മണിക്കൂറും ഡയറ്റ് പറഞ്ഞ് എല്ലാവരും എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു ചങ്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് ഞാനും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഡയറ്റ് എടുത്തേ പറ്റും. കാരണം ഞാൻ ഓഫീസിലൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. ആ ബെറ്റിൽ എനിക്ക് ജയിക്കണം. പക്ഷെ അതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണം എനിക്കുണ്ട്. ഫുഡൊക്കെ കുറച്ചിട്ടാണ്, എക്സസൈസ് ചെയ്യാൻ എനിക്ക് പടിയാണ്. ഞാൻ നൈസായിട്ട് ഫുഡ് കുറച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അങ്ങനെ ക്ഷീണമൊക്കെ മാറിയിട്ടൊന്നുമില്ല. ക്ഷീണം അങ്ങനെ പെട്ടെന്ന് മാറണമെന്നല്ല, അത് ബെറ്റ് കഴിയുമ്പോഴേ ക്ഷീണം മാറുള്ളൂ. അപ്പോൾ നല്ല ഫുഡ് തട്ടണം, അപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറും. അങ്ങനെ ഞങ്ങൾ പട്ടം കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു 5ാം ക്ലാസ്സിന് മുന്നെങ്ങാനും സ്വന്തമായിട്ട് പട്ടം ഉണ്ടാക്കി പറത്തിയതല്ലാണ്ട് ഞാൻ ഇതുവരെ മേടിച്ചിട്ടൊരു പട്ടം പറത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരമെങ്കിലും ഒരു വട്ടമെങ്കിലും എനിക്കത് പറത്തിയാൽ മതി. എനിക്ക് കുറേ നേരം അവിടെ ഒന്ന് പറത്തണമെന്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ പട്ടമൊക്കെ പറത്തി എൻ്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മേഘങ്ങളുടെ ആ ഒരു ഇതുണ്ടായിരുന്നു. ഒരു സൈഡ് ഫുള്ള് ബ്ലൂ, ഒരു സൈഡിൽ യെല്ലോ, പിന്നെ ഒരു സൈഡിൽ റെഡ്, അങ്ങനെയായിട്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഈഗിളിൻ്റെ പട്ടങ്ങൾ അവിടെ വേറെ പറക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വ്യൂ കണ്ടായിരുന്നു. ഈഗിളിൻ്റെ പട്ടത്തിൻ്റെ അടുത്ത് വേറെ ഈഗിളുകൾ പറക്കുക, അവരെ വെട്ടിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുൾ ടൈം ഞങ്ങളവിടെ നല്ലൊരു വൈബിൽ നിന്നു. ബാക്കിലും ഒക്കെ നല്ല രസമുണ്ടായി. എല്ലാ പോക്കറ്റിലും ഓരോ സാധനങ്ങളൊക്കെ കുത്തിയിരിക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനു പറയണേ, എൻ്റെ ഫോണൊക്കെ കൊടുത്തു. അവരുടെ ഉത്തരവാദിത്തമല്ലേ അതൊക്കെ. അങ്ങനെ ഞാൻ പട്ടൊക്കെ പറത്തി അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് റൊമാൻറ്റിക് വേളകളൊക്കെ ചിലവഴിച്ച് അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറയുക, കുറേ വിശേഷങ്ങളും നമുക്ക് സംസാരിക്കാനുള്ള. ഞങ്ങളുടെ ഒരു മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതുവരെ തോന്നുന്നില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന്. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. എനിക്ക്